ഹാരി പോട്ടർ സ്റ്റുഡിയോസിൽ കാണാൻ പോകുന്ന മാനസിക ഇരിപ്പുണ്ട്. ബാക്കിൽ കല്യാണി, ഫ്രണ്ടിൽ അനുവും ദിവ്യ ഇരിപ്പുണ്ട്. ഞങ്ങൾ രാവിലെ അറൗണ്ട് 5:45 തിരിച്ച്, പക്ഷേ ട്രെയിൻസ് ഒന്നും എല്ലാം ക്യാൻസലായിപ്പോയി. പിന്നെ വേറെ കുറച്ച് ട്രെയിൻസ് പിടിച്ച് 3-4 ട്രെയിൻ പിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. സ്ഥലമെത്തി കണ്ടുകൂടെ ഇതിന്ന് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ശരിക്കും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ 2023 ജൂണിലാണ് ഞാൻ ഈ ട്രിപ്പ് പോയത്. ഞങ്ങളെത്തി, ഫൈനലി ഞങ്ങളെത്തി. ഓൾമോസ്റ്റ് 4 hours ഞങ്ങൾ ജേർണി ചെയ്തിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒറ്റ പീസിൽ. എല്ലാ ട്രെയിനൊക്കെ കുറേ മിസ്സായി. ഞങ്ങൾ 3-4 ട്രെയിനൊക്കെ പിടിച്ചായിരുന്നു വന്നത്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞു. കല്യാണി ഇതോ പോകുന്ന. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അത്രയ്ക്ക് എക്സ്പെക്റ്റഡ് ആയിട്ട് ഇരുന്നൊരു ട്രിപ്പായിരുന്നു അന്നത്. പണ്ട് മുതലേ ഹാരി പോട്ടറിൻ്റെ ബുക്സും മൂവീസൊക്കെ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ച് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സ്റ്റിൽ ഹാരി പോട്ടറിൻ്റെ ഒരു ഫാനാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡിലൊരു സാഡ് സമയമൊക്കെ വരുമ്പോഴത്തേനും ഹാരി പോട്ടർ മൂവീസ് എടുത്ത് വെച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആസ് എ ഹാരി പോട്ടർ ഫാൻ ഇവിടെ വന്ന് ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലെവൽ ഓഫ് ഫാൻഡോ ആണ്. മോണുമെൻ്റൽ. ഉടനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ ചെന്ന് നിന്ന്. ചെറിയൊരു ക്യൂ ആയിരുന്നു, അകത്ത് പെട്ടെന്ന് കയറാൻ പറ്റി. ഞങ്ങൾ ടിക്കറ്റ് ഇത് ചെയ്തു, ബാഗൊക്കെ ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി കഴിഞ്ഞ് ഞങ്ങളകത്തെത്തി. ഇതാണ് ലോബി പോലത്തെ ഏരിയ ആണ്. ഇനി ടൂർ എൻട്രൻസ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോഴത്തേനും ഇവിടെ സ്റ്റോറും ഉണ്ട്. അത് തിരിച്ച് വരുമ്പോഴായിരിക്കും കയറേണ്ടതെന്ന് തോന്നുന്നു. ഇറ്റ്സ് സോ ഗുഡ് ഡൂഡ്. ഓൾമോസ്റ്റ് ഒരു 3-4 മാസത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്ത ഉടനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ലൈക്ക് ഫെബിൽ ബുക്ക് ചെയ്തിട്ട് ജൂണിൽ സ്ലോട്ട് എടുത്താണ് ഞങ്ങൾ വന്നത്. ക്യൂ ആണ് എൻട്രൻസ്. ടൂർ എൻട്രൻസിന് ഇത്രയും വലിയ ക്യൂ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ എന്തോ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ സെറ്റ് പീസസും പിന്നെ എങ്ങനെയാണ് ഹാരി പോട്ടർ എന്ന് പറയുന്ന മൂവി മേക്ക് ചെയ്തത് അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും പിന്നെ കുറേ ബിറ്റ്സ് ആൻഡ് ബോബ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ കണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ മൂവി സെറ്റ്സ് ഒരു പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് പോയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ ക്യൂവിലാണ് ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡയറക്റ്റായിട്ട് അവർ കയറ്റി വിടുന്നത്. ഇവിടെ ടൂർ ഗൈഡ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് വന്നിട്ടൊരു സ്ക്രീനിൻ്റെ അവിടെ ഞങ്ങളെ കൊണ്ടിരുത്തിയിട്ട് മൂവി മേക്കിങ്ങിൻ്റെ അത് കഴിഞ്ഞ് ആ സ്ക്രീൻ ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഹോഗ്വാർട്സിൻ്റെ എൻട്രൻസ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഹോഗ്വാർട്സ് പോയൊരു ഫീലുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഇവിടെയും കൂടെ ഞങ്ങൾക്ക് ക്യൂ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ഇത് വന്നിട്ട് നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേനും ഭയങ്കര പൊക്കമുള്ളൊരു നീളമുള്ളൊരു റൂമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ ക്യാമറ ആംഗിൾ വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. കാരണം ഇത് അത്ര വലിയ റൂമല്ല. പിന്നെ 2 സെറ്റ്സ് ഓഫ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് 4ആയിട്ട് അവർ ഇടുമായിരിക്കും. പിന്നെ ഇവിടെ ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ അവർ തന്നു. പിന്നെ ഹൗസസിൻ്റെ യൂണിഫോംസൊക്കെ. ഞാൻ ഈ ഓടിപ്പോകുന്നത് അവിടെ സോർട്ടിംഗ് ഹാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാനാണ്. പിന്നെ ഈ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഡോറുണ്ട്. അതിൻ്റെ അകത്തൂടെ പോകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളുടെ എൻട്രൻസ് ഉള്ളത്. ഇത് വന്നിട്ടാണ് അവിടുത്തെ ഫസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് വെച്ചിരുന്നത്. ഇത് വന്നിട്ട് 4th മൂവിയിലെ യൂൾ ബോളിൻ്റെ
ഒരു തീം വെച്ചിട്ട് അവരുടെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എഡിബിളൊന്നും അല്ലാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സെറ്റ് പീസസൊക്കെ വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വച്ചിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതും ബുക്ക് 4 ആണെന്ന് തോന്നുന്നത്. ഹാരി പോട്ടർ മറ്റേ ഗോൾഡൻ എഗ് തുറക്കാൻ വേണ്ടിയിട്ട് ബാത്തബിൽ പോകുന്ന സീനിലുള്ള അത് വെച്ച് ഒരു ചെറിയൊരു പിന്നെ എല്ലാ ചെറിയ 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 സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും മൂവിയിൽ നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഇൻവിസിബിലിറ്റി ക്ലോക്ക്, ഇത് ഫസ്റ്റ് മൂവിയിൽ ഹാരി പോട്ടർ നിൽക്കുന്ന മിറർ, അത് കഴിഞ്ഞിട്ട് ഇത് തേർഡ് മൂവിയിലെ ക്ലോക്ക്, ഇത് ഡംബിൾഡോറിൻ്റെ ഓഫീസിൽ കയറി പോകുന്ന സ്ഥലം. ഇത് താഴെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡംബിൾഡോറിൻ്റെ ഓഫീസാണ്. ഇതും ശരിക്കും സെറ്റ് ഇട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാരണം എല്ലാം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്ത് കയറാൻ പറ്റത്തില്ല. അവിടെ ഒരു ബാർ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹോക്രക്സ് വോൾഡെമോർട്ടിൻ്റെ പിന്നെ ട്രൈവിസേർഡ് കപ്പ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇവിടെ തൊടാനായിട്ട് മെയിനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഒരു വാളിൽ നിറച്ച് പെയിൻറ്റിങ്സ് ഹാരി പോട്ടർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പോർട്രേറ്റ്സ് വരച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഫേസസിലാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് സ്നേപ്പിൻ്റെ മറ്റേ ഡഞ്ചനിലുള്ള പോഷൻ ക്ലാസ്സിൻ്റെ ഇത് കാണാൻ പറ്റും റൂംസ്. ഇതും ക്ലോസ്ഡ് ഓഫ് ആയിരുന്നു, കാരണം ഒരുപാട് ജാർസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി താഴെഴുതെന്ന് വിചാരിച്ചിട്ട് വല്ലതും ആയിരിക്കും. എന്നാലും കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സെക്ഷനിൽ ഇപ്പോഴത്തെ ഹാഗ്രിഡിൻ്റെ ഹട്ടായിരുന്നു. ഇത് കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മോസ്റ്റ് ഓഫ് അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ മൂവിയിൽ കാണുമ്പോൾ ഒരു ഹ്യൂജ്നെസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു പടി താഴെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ക്യാമറ ആംഗിളൊക്കെ വെച്ചിട്ട് അവർ ഭയങ്കര വലുതായിട്ട് കാണിക്കുന്നെങ്കിലും ശരിക്കും അത്ര വലിയ ഇതല്ലാത്ത രീതി. പിന്നെ ടു പെയിൻ്റ് പിക്ചർ, ഇത് വന്നിട്ട് ഒരു വലിയ ഹാളിൽ സെക്ഷൻ ആക്കിയിട്ട് അവിടെ എന്താ പറയുക ഇവർ എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ പോലെ വെച്ചിരിക്കുന്നതാണ്. എന്നെ ഏറ്റവും അകത്തിക്കളഞ്ഞൊരു ഇതാണ് കഴിച്ചത്. ശരിക്കും ബ്രോംസ്റ്റിക്കും കൊടിക്കുകയും ഒന്നും ഇല്ലയെന്ന് എനിക്ക് അറിയാം, അത് പറഞ്ഞു തരണ്ട. ബട്ട് സ്റ്റിൽ ഇത് നേരിട്ട് കണ്ടപ്പോഴത്തേനും ആ ഒരു മാജിക്കിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് പോയി കിട്ടി. ഇത് വന്നിട്ട് എല്ലാം ഗ്രീൻ സ്ക്രീനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇത് വന്നിട്ട് റോണിൻ്റെ വീടിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇത് ശരിക്കുള്ള വീടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ലൈക്ക് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് വെച്ചിട്ട്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഓൾഡ് വോൾഡെമോർട്ടിൻ്റെ ആ ഒരു ലാസ്റ്റ് മൂവിയുടെ ഒരു സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വൽ കോസ്റ്റ്യൂംസ് തന്നെയാണ് അവരവിടെ വച്ചേക്കുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് മിനിസ്ട്രി ഓഫ് മാജിക് ആർട്സിൻ്റെ ഒരു ചെറിയ സെറ്റ് പീസ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതും അംബ്രിജിൻ്റെ ഓഫീസ് രണ്ടും സൈഡ് ബൈ സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫോർബിഡൻ ഫോറസ്റ്റിൻ്റെ ഒരു വലിയൊരു സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി റെപ്പറ്റേറ്റീവ് സീൻസ് ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന്. പിന്നെ ഇത് വന്നിട്ടൊരു പാത്ത് പോലെയാണ്, ഒരു എൻഡിൽ കൂടെ കയറി അടുത്ത എൻഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഫോർബിഡൻ ഫോറസ്റ്റിൻ്റെ ഈ സെറ്റ് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് വന്നിട്ട് സ്പൈഡേഴ്സിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അനുവിന് വന്നിട്ട് സ്പൈഡേഴ്സിനെ പേടിയാണ്. ഇത് വന്നിട്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ വലിയ സ്പൈഡേഴ്സിൻ്റെ താഴോട്ട് വിത്ത് സൗണ്ട് എഫക്റ്റ് വരുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. പിന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നുകൊണ്ട് വീഡിയോ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലൂടെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് താഴോട്ട് നടക്കുമ്പോഴത്തേനുമാണ് ഹോഗ്വാർട്സ് എക്സ്പ്രസിൻ്റെ 993 ക്വാർട്ടേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റേഷൻ ടൈപ്പ് ചെയ്തിട്ട് ഹോഗ്വാർട്സ് എക്സ്പ്രസ്സും അവിടെ വെച്ചേക്കുന്നത്. ഇത് വന്നിട്ടൊരു റിയൽ ലൈഫ് റെപ്ലിക്ക ടൈപ്പ് വിത്ത് ഐ തിങ്ക് ഇതിൻ്റെയാണ് പുറത്തുള്ള ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ട്രെയിനിൻ്റെത്. പിന്നെ 993 ക്വാർട്ടർ പ്ലാറ്റ്ഫോം ശരിക്കും ലണ്ടനിൽ വേറൊരു സ്റ്റേഷനുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റോറുണ്ട്. ഇത് വന്നിട്ട് ഹാഫ് ഓഫ് ദ വേ കംപ്ലീറ്റ് ആയി. അപ്പോഴത്തേനും ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് പോകാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും മേടിച്ചില്ല, അവിടെ നിന്ന് ടൂർ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങളങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ വേയിൽ വന്നിട്ട് കുറേ ഷെൽഫിൽ മൂവിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ പ്രോപ്സ്, ബുക്സ്, എന്തൊക്കെ അവർ പുതുതായിട്ടുണ്ടാക്കി അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ കാണാം, അത്രയേ ഉള്ളൂ, നമുക്കൊന്ന് തൊടാനൊന്നും പറ്റും. ബട്ടർ ബിയർ മേടിച്ചല്ലോ.
ഹാഫ് കവറായി. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ലെമൺ റൈസും ബട്ടർ ബിയറും മേടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് കുറച്ച് സെറ്റ് പീസസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ക്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഏരിയയിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളത് ക്യൂവിൽ നിന്നിങ്ങനെ കണ്ടിട്ട് പ്ലാൻസ് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ പിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മറ്റേ ഹാഗ്രിൻ്റെ സ്കൂട്ടറിൻ്റെ അകത്തിരുന്ന് പിക്ക് എടുക്കാനൊക്കെ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു വേറെ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറി. ഇത് വന്നിട്ട് പ്യുവർലി ഒരു മൂവി ലെവലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരുന്നത്. ഇത് വന്നിട്ട് അവരെന്തൊക്കെയാണ് ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഡ്വാർഫ്സായിട്ട് കുറേ റോൾസ് അതിലുണ്ടല്ലോ. ഇത് ഈ 3 റോളും ചെയ്തത് ഒരേ വ്യക്തിയാണെന്നാണ് അവിടെ എഴുതുന്നത്. അത് ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഗ്രിൻഗോട്ട്സിലാണ്. ഓ മൈ ഗോഡ്, ഇത് 3 മൂവീസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രിൻഗോട്ട്സ്. ഇത് വന്നിട്ട് പുറത്തുള്ള സെറ്റൊന്നുമല്ല. ഇത് ശരിക്കും ഇവർക്കിത് വേണം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സെറ്റിട്ട ഒരു സ്ഥലമാണെന്നാണ് അവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ എൻഡ് ടു എൻഡ് നമുക്ക് ഫുൾ മ്യൂസിക്കും ആ ഒരു എക്സ്പീരിയൻസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണും. പക്ഷേ ഇത് വന്നിട്ട് ഫുൾ ഗോൾഡ് വിത്ത് ലൈറ്റ്. അപ്പോൾ അവിടെ കൂടെയൊക്കെ നമ്മൾ ശരിക്കും നടക്കുമ്പം ഹെർമോണിയും ഹാരിയൊക്കെ നടന്നൊരു വഴി കൂടെ നടന്നു എന്ന് പറയുന്നൊരു ഫീൽ വരും. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വന്നിട്ട് വാൾട്ടിൻ്റെയാണ്. ഇതിൻ്റെ അധികം വീഡിയോസ് എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ അകത്ത് വന്നിട്ട് കുറേ ഗോൾഡ് കോയിൻസ്, ബിഗ് ബോക്സ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷനായിട്ടുള്ളത് ഡയഗോണലി ആയിരുന്നു. ഇത് പക്ഷേ ശരിക്കും മൂവിയിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഒരു ഇതിന് വേണ്ടിയിട്ട് സെറ്റിട്ട് വെച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഭയങ്കര ചെറുതായിരുന്നു. അതോടെ കഴിഞ്ഞപ്പോഴത്തേനും എൻഡ് ഓഫ് ദി ടൂറായി. ലാസ്റ്റോട്ട് പിന്നെ കോൺസെപ്റ്റ് ആർട്ടിൻ്റെ കുറേ സംഭവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കോൺസെപ്റ്റ് ആർട്ടാണ്. അതെല്ലാം എങ്ങനെയാണ് അവർ ശരിക്കുള്ള മോഷൻ പിക്ചേഴ്സ് ആക്കി എന്ന് കാണിക്കുന്നതാണ്. ഇത് പിന്നെ ഒരു ഫുൾ സർക്കിൾ മൊമെൻ്റ് ആയിരുന്നു. ലാസ്റ്റത്തെ ഒരു വലിയ റൂമിൽ ഹോഗ്വാർട്സിൻ്റെ ഒരു മിനിയേച്ചർ ഫ്രെയിമാക്കി വെച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഒന്നാമത് ടൂറ് തീർന്നു, രണ്ടാമത് ഇതാണ് ശരിക്കും നമ്മൾ വളർന്നു വന്ന ആ ഒരു വേൾഡിൻ്റെ ഒരു ഇതൊന്ന് കണ്ട് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റോറിലോട്ടാണ് പോയത്. ഞാൻ അധികം അതിനൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് മാഗ്നറ്റ്സും ഒരു വാണ്ടും ഒരു ഹാറ്റ് ഫ്രണ്ട് മേടിച്ചു. അതെല്ലാം കൂടെ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല ടയേർഡായി. ഓൾമോസ്റ്റ് 4-5 അവേഴ്സിൻ്റെ ഉണ്ട് കണ്ട് തീർക്കാൻ. ഞാൻ ജിനീൻ്റെ വാണ്ടാണ് മേടിച്ചത്. ബുക്കിൽ എനിക്കുള്ള കഴിഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൺക്ലൂഡിംഗ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെടുത്ത കുറച്ച് പിക്ചർ ആഡ് ചെയ്യാണ്. അത്രയേ ഉള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോ മറ്റും ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.